ഹായ് മക്കളെ, ഞാൻ സജിമോൾ. ഹായ്, ഞാൻ വിഷ്ണുപ്രസാദ്. ഓക്കെ സാർ, നമ്മളെ ഈ രണ്ട് വലിയ ടീച്ചിങ് എക്സാം ഇപ്പോ ഏകദേശം ഓൾമോസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഒന്ന് ഇപ്പോ 20-ാം തീയതി കഴിഞ്ഞു. വരാൻ പോകുന്നു. HSST മലയാളം ആണെങ്കിൽ അടുത്ത മാസം 8-ാം തീയതി പരീക്ഷയാണ്. ആണ്. ഇനി ഈ ടീച്ചർ ജോലി സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ. അതെ. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കേണ്ടത് വരാൻ പോകുന്ന HSA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതെ, അത് നമ്മൾ HSA മലയാളം സൈലം PSCയില് ഒരു ബാച്ച് ലോഞ്ച് ആരംഭിക്കുകയാണ്. അതെ, ഓഗസ്റ്റ് 1-ാം തീയതി സൈലം PSCയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി HSA മലയാളം ക്ലാസുകൾ ആരംഭിക്കുന്നു. അതിലെ മൊഡ്യൂളുകൾ നമുക്ക് നോക്കാം അല്ലേ സാർ? അതെ. അപ്പോ ഞാൻ മൊഡ്യൂൾ 1, 3, 6, 7 എന്നീ മൊഡ്യൂളുകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. 2, 4, 5, 8 ഭാഗങ്ങളാണ്. എനിക്ക് തോന്നുന്നു സാറേ, ശരിക്കുള്ളൊരു സമയം ഇവർക്ക് കിട്ടും ഇത് നന്നായി പ്രിപ്പയർ. അതായത് ടീച്ചറെ, കഴിഞ്ഞ HST പരീക്ഷ കഴിഞ്ഞു, എല്ലാ ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നു, നിയമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാലാവധി വലിയ താമസമില്ലാതെ കഴിയും. ഏത് ലിസ്റ്റും വന്നാൽ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ HST മലയാളം അല്ലെങ്കിൽ HSA മലയാളം ഇപ്പോൾ HST മലയാളം എന്നാണല്ലോ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനമോ അടുത്ത വർഷം പകുതിയോടുകൂടിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും PG ലെവൽ സിലബസ് ഫോളോ ചെയ്ത് പോകേണ്ടുന്ന ഗൗരവമായ പഠനം ആവശ്യമുള്ള ഒരു പരീക്ഷയാണ്. നമുക്ക് ശരിക്കും ഒരു HSST നിലവാരത്തിൽ തന്നെ. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ 1 വർഷത്തെയെങ്കിലും കഠിനമായ അധ്വാനം, നിരന്തരമായ പരിശ്രമം ആവശ്യമുള്ള ഒരു പരീക്ഷയാണ്. സ്ഥിരോത്സാഹികൾക്കുള്ളതാണല്ലോ വിജയം. അതെ, തീർച്ചയായിട്ടും. അപ്പോ സമയം എടുത്ത് ഏറ്റവും നന്നായി ഈ മൊഡ്യൂളുകൾ ഇങ്ങനെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൊഡ്യൂളുകൾ ഏറ്റവും ഭംഗിയായി തന്നെ പഠിക്കുകയും അല്ലെ, ഞങ്ങൾ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാനുള്ള ഒരു സമയവും അതുപോലെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ സ്വപ്നമൊന്നും അതുപോലെ തന്നെ സൈലം അത് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. അതെ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, പേഴ്സണലൈസ്ഡ് മെന്റേഴ്സ്. ടീച്ചർ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ടീച്ചർ തീർച്ചയായിട്ടും, കാരണം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് ഈ എക്സാം നടത്തി തരാൻ നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വിളിച്ച് അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളും. ഇപ്പോൾ ഒരു കുട്ടി ഒരു പരീക്ഷ പങ്കെടുത്തില്ലെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണ്, മാർക്ക് കുറഞ്ഞാൽ തന്നെ അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ ഓരോ മൂവ്മെന്റും തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള മെന്റർ സപ്പോർട്ട് കിട്ടും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കഴിഞ്ഞ കുറച്ചു നാളായിട്ട് PSCയുടെ പരീക്ഷകൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അറിയാം. UPSC ആകട്ടെ, LD ആകട്ടെ, HST ആകട്ടെ, പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത്തരം പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്ത് പോയെങ്കിലേ അതിനകത്തിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ടെസ്റ്റ് സീരീസുകളായിട്ട് തന്നെ അത് കണ്ടക്ട് ചെയ്ത് ക്ലാസുകൾ ലൈവായിട്ടും കിട്ടും. അതെ, റെക്കോർഡായിട്ട് കാണാൻ ചെയ്യാം. അത് തന്നെ. ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ തീർച്ചയായിട്ടും വന്നിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. കഴിയുന്നതും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ററാക്ട് ചെയ്യാൻ കഴിയും. ആശയങ്ങൾ അതിനകത്ത് പങ്കുവയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ക്ലാരിഫിക്കേഷൻ, സംശയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു സെഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. റിവിഷൻ എക്സാംസ് ഏറ്റവും പ്രധാനം തന്നെ അല്ലെ, ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ അതും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് ഇത്. ആ കോഴ്സാണ് ഓഗസ്റ്റ് 1-ന് ആരംഭിക്കാൻ പോകുന്നത്. ഈ മൊഡ്യൂളിന്റെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സ്ലൈഡ്സ് ഒക്കെ ഈ ക്ലാസ്സിന് ശേഷം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു കുട്ടിക്ക് അറിയാമായിരിക്കും. പുതിയൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ക്ലാസ് കഴിഞ്ഞുടൻ തന്നെ ആ സ്ലൈഡ്സ് ഫുള്ളും അന്നത്തെ ടോപ്പിക്ക് ഡൗൺലോഡ് ചെയ്യുകയും വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് അതൊരു മെറ്റീരിയൽ ആയിട്ട് സൂക്ഷിക്കുകയും ചെയ്യാനായിട്ട്. ഇത് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1-നാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഫീസ് എങ്ങനെയാണ്? ഫീസ് GST ഉൾപ്പെടെ 5,999 രൂപയാണ്. ഇതിന്റെ വാലിഡിറ്റി നമ്മൾ ഏകദേശം 1 വർഷത്തോളം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സൈലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണല്ലോ ചെറിയ ഫീസ് നിലവാരമുള്ള ക്ലാസ്. 5,999 രൂപ എന്ന ചെറിയ ഒരു തുകയ്ക്ക് 1 വർഷം ദൈർഘ്യമുള്ള HSA മലയാളം ക്ലാസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്.
അത്രയും ഡീപ്പ് സിലബസ്. അതെ, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അതെ. ഉള്ള ഒരു വർഷത്തെ കോഴ്സ് 5,999 രൂപയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ഫീസ്. നമ്മളൊരു പരീക്ഷയെ സമീപിക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടാണ്. അതെ. അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് അത് പഠിച്ച് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കപ്പെട്ട്, നമുക്ക് അറിയാം HSA പഠിച്ചു വരുന്നവർ കൺസ്യൂമർ സബ്ജക്റ്റിൽ തന്നെ അല്ലെ അതെ, അതെ. ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് വരുന്നവർ വീട്ടും ഒക്കെ പാസ്സായി വരുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെയാണ്. പക്ഷെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പതറിപ്പോകും. അതെ, ഇത് എങ്ങനെയാണ്, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ പറഞ്ഞ ടെസ്റ്റ് സീരീസുകളിലൂടെയും നമ്മുടെ ക്ലാസ് ഡിസ്കഷനിലൂടെയും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിലബസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, അല്ല. ലിസ്റ്റിൽ ആദ്യം വരിക, ആദ്യത്തെ റാങ്കുകളിലേക്ക് ഇടം പിടിക്കുക, ആദ്യത്തെ അഡ്വൈസിൽ തന്നെ കയറി ജോലിയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചാകാം. ഞാനുണ്ട്, വിഷ്ണു സാറുണ്ട്, ഇതിനെല്ലാം പുറമെ സൈലമുണ്ട്. ഓക്കെ. അപ്പോൾ ഓഗസ്റ്റ് 1 ഓക്കെ, HSA മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസിക്കാണ്. ശരി.